ഹലോ ഗൈസ്, ഞാൻ ആക്ച്വലി 1-2 ദിവസങ്ങളായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് ഒരു തേർഡ് റേറ്റ് ഇൻസ്റ്റഗ്രാം പേജിൽ എൻ്റെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ അവർ അപ്ലോഡ് ചെയ്യുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അവരോട് മര്യാദയ്ക്ക് പറഞ്ഞു അത് ഡിലീറ്റ് ചെയ്യാൻ. അപ്പോൾ അവരെനിക്ക് തന്ന റിപ്ലൈ, എനിക്ക് സൗകര്യമില്ല ഡിലീറ്റ് ചെയ്യാൻ. ആൻഡ് ഓൾസോ ദേ ബ്ലോക്ക് മീ. ആക്ച്വലി 2 പേജസ് ഉണ്ട്, രണ്ടും ഒരാളുടെ പേജാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്ക് കോപ്പിറൈറ്റ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇൻസ്റ്റഗ്രാം തന്നിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് ഒക്കെ കോപ്പി ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ അത് ഇവിടെ ഇരുന്ന് റിമൂവ് ചെയ്യും. ആൻഡ് ഓൾസോ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു പേജിലാണ് എൻ്റെ പിക്ചേഴ്സൊക്കെ വന്നിട്ടുള്ളത്. ഇതാണ് പരിപാടി, ഞാൻ സൈൻ ചെയ്തു. സോ ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പോവാണ്. സോ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് മെയിൽ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇൻസ്റ്റഗ്രാമിൽ നിന്ന് മെയിൽ വന്നിട്ടുണ്ട്. അവർ ഓൾറെഡി ഞാൻ റിപ്പോർട്ട് ചെയ്ത ലിങ്ക്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ പേജ് കൂടി കാണിച്ചു തരാം. ഈ പേജിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി ഹൈലൈറ്റ്സിൽ ഉണ്ടായിരുന്നു, അതില്ല. ആൻഡ് ഇതിൽ നിന്ന് എൻ്റെ പിക്ചേഴ്സൊക്കെ റിമൂവ് ആയിട്ടുണ്ട്. ദ സെക്കൻഡ് പേജ്, ഇതിൽ നിന്നും എൻ്റെ പിക്ചേഴ്സൊക്കെ ഒഴിവായിട്ടുണ്ട്. സോ യാ, ദാറ്റ്സ് ഇറ്റ്. എനിക്ക് ആക്ച്വലി ഒരു കാര്യം കൂടി പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കുറേ പേര് കമൻറ്റ് ആയിട്ട് വരും, നീ പോസ്റ്റ് ചെയ്തിട്ടല്ലേ അവരെടുത്ത് അത് റീഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നീ അങ്ങനെ ഇട്ടിട്ടല്ലേ ഇങ്ങനെ ഇട്ടിട്ടല്ലേ എന്ന് ചോദിച്ച് കുറച്ച് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വരുമായിരിക്കാം. ബട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എൻ്റെ പിക്ചേഴ്സ്, എൻ്റെ തല, എൻ്റെ ഫുൾ ഫിഗർ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കണ്ണി കണ്ട പേജസിൽ എടുത്തിട്ടിട്ട് തോന്നുന്ന പോലെ ഷെയർ ചെയ്യാനും തോന്നുന്ന പോലെ അത് സർക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പെർമിഷനായിട്ട് ആരും കാണണ്ട. ഞാൻ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ പിക്ക് എടുത്ത് എന്തും ചെയ്യാം, എവിടെയും കൊണ്ടിടാം എന്നൊക്കെ ഉള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് വേണ്ട. ആൻഡ് ഇതറിയാത്ത ഏതെങ്കിലുമൊക്കെ ക്രിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നമ്മളുടെ ഫോട്ടോസോ വീഡിയോസോ നമ്മളുടെ അനുവാദമില്ലാതെ ഏതെങ്കിലും ഒരു ക്രീപ്പി പേജസിൽ ആരെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് സുഖമായിട്ടിരുന്നുകൊണ്ട് തന്നെ അത് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ലിങ്ക്സ് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്ലീസ് എനിക്ക് അയച്ചു തന്നാൽ മാത്രം മതി. ബാക്കി ഞാൻ നോക്കിക്കോളാം. അപ്പോൾ താങ്ക് യു, ബൈ. ഇതൊക്കെ എന്തിനാണ് ഞങ്ങളോട് പറയണേ എന്ന് ചിലപ്പോൾ പലർക്കും തോന്നിയേക്കാം. പക്ഷെ എന്നാലും ഞാൻ പറയണതാണ്, ഈ ഒരു വീഡിയോ ഇട്ടത് എന്തായാലും മസ്താനി ഈ ഒരു വീഡിയോ ഇട്ടത് എന്തായാലും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം പുള്ളിക്കാരി ഇപ്പം ഈ മസ്താനിയുടെ വീഡിയോകളൊന്നും ഒരു താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഞാൻ. കാര്യം പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാമിനകത്ത് നിന്ന് കാണിച്ചു കൂട്ടുന്ന ഒരു സംഭവം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം പുള്ളിക്കാരിയുടെ ആ ഒരു അക്കൗണ്ടിനകത്ത് കൂടെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഭയങ്കര വെറുപ്പിക്കലായിട്ടാണ് എനിക്ക് തോന്നിയേക്കണം. പുള്ളിക്കാരിയുടെ പല റീലുകളും കാര്യങ്ങളും, ആ മറ്റേ ഇവനായിട്ട് മണവാളനായിട്ടൊക്കെ ഒരു സാധനമൊക്കെ ഉണ്ടായില്ല, എൻ്റെ പൊന്നോ, അതൊക്കെ ഓർക്കാൻ തന്നെ എനിക്ക് ഇപ്പോഴും ഛർദ്ദിക്കാൻ പറ്റും. അങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം എന്താണെങ്കിലും അതൊക്കെ ഒരു സൈഡിനകത്ത് നിൽക്കുമ്പോഴും ഈ മസ്താനി ആണെങ്കിലും പല നടിമാരും അല്ലെങ്കിൽ പല ഈ റീല് ചെയ്യുന്ന ആൾക്കാരൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്, ഇവരിടുന്ന ഓരോ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് വേറെ പല അക്കൗണ്ടിനകത്തും കൊണ്ടുവന്നിട്ട്, അതും ആ അക്കൗണ്ടുകളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ല ഉദ്ദേശമുള്ള കാര്യങ്ങളൊന്നുമല്ല. അതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഈ ലൈംഗിക ചൊവ്വയുള്ള രീതിക്കുള്ള അങ്ങനത്തെ ദാരിദ്ര്യം പിടിച്ചിട്ടുള്ള ഒരു അക്കൗണ്ടുകളാണത്. അപ്പൊ അങ്ങനത്തെ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ ഈ സമൂഹത്തിനകത്തുണ്ട്. അപ്പൊ അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ കുറെ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കും. അപ്പൊ മസ്താനി ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞ് എൻ്റെ ഒരു വക സാധനങ്ങളും എൻ്റെ ഫോട്ടോസോ വീഡിയോസോ എനിക്ക് അങ്ങനെയുള്ള ഒരു അക്കൗണ്ടിനകത്ത് വരുന്നത് താല്പര്യമില്ല. ഇവർക്ക് അങ്ങനെ താല്പര്യമില്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ മാത്രം റൈറ്റ് ആണ് അത് പറയാനായിട്ടുള്ളത്. കാര്യം അവർക്ക് എല്ലാ അവകാശവും ഉണ്ട്. അവരുടെ ഫോട്ടോയും വീഡിയോയും എവിടെ വരണ്ട എന്ന് പറയാനായിട്ടുള്ള എല്ലാ അവകാശം അവർക്കുണ്ട്. പക്ഷെ അവരിവിടെ പറയുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരെ ഇപ്പൊ ഒരു കോപ്പി റൈറ്റ് കൊടുക്കുക, അങ്ങനത്തെ ഒരു രീതിക്കാണ് ഇവർ പോകുന്നത്. നമ്മളപ്പോ ഇതിന് മുന്നേ ഒരു സംഭവം കണ്ടതെന്ന് പറഞ്ഞാൽ പാർവതി എന്ന് പറഞ്ഞ ഒരു നടീന് മുന്നേ ഇതേപോലെ ഒരു സംഭവമായിട്ട് റിയാക്ട് ചെയ്ത് വന്നിട്ടുണ്ടേ. അപ്പൊ ആ ഒരു ടൈമിനകത്ത് ഞാൻ അതിനെപ്പറ്റി വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായി. അപ്പൊ ഈ ഒരു സംഭവത്തിനകത്ത് ഇപ്പൊ ഇവർ ഇതേപോലെ ഓരോ നടിമാർ ഇതിനെപ്പറ്റി റിയാക്ട് ചെയ്യുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. കാര്യം നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ തന്നെ ഇടയ്ക്ക് ഇതേപോലത്തെ സാധനങ്ങളൊക്കെ റാൻഡം ആയിട്ടൊക്കെ ചിലപ്പോൾ ചാടി കയറി വരും. അപ്പൊ തന്നെ പെട്ടെന്ന് നമ്മൾ കാണുന്ന ഇൻസ്റ്റാഗ്രാം ആണോ അല്ലെങ്കിൽ വേറെ വല്ലതും ആണോ എടുത്തേക്കണെന്നൊക്കെ ഒരു നിമിഷം തോന്നിപ്പോകുന്ന രീതിക്കാണ് ഇപ്പൊ ഈ ഇൻസ്റ്റാഗ്രാമിന്റെ പോക്കെന്ന് പറഞ്ഞത്. കാര്യം അത്രത്തോളം ഈ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ആൾക്കാരൊക്കെ ഉള്ള ഒരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതേപോലെ ഇതിനെ മുതലെടുക്കുന്ന കുറെ ടീമുകളും ഉണ്ട്. അതിപ്പോ ആണുങ്ങൾ മാത്രമല്ല, ഇപ്പൊ ഈ പെണ്ണുങ്ങളും ഉണ്ട്. അത്യാവശ്യം റീൽ ചെയ്യുന്ന പല പെണ്ണുങ്ങളും ഇതൊക്കെ മുതലെടുത്തിട്ടും റീലുകളും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അത് വേറൊരു ടോപ്പിക്, അതവിടെ നിൽക്കട്ടെ. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു ടോപ്പിക്കിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇവര് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കുമാണ് ഇതിനൊരു പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്.
നടക്കുന്നത്. അപ്പോൾ വേറൊരാൾക്കും ഇത് കാണുമ്പോഴത്തേക്കും എൻ്റെ അങ്ങനെ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ എനിക്ക് അങ്ങനെ റിയാക്ട് ചെയ്യാലോ എന്നൊരു സംഭവം ബാക്കിയുള്ളവരെ മൈൻഡിനകത്തേക്ക് വരും. അതാണ് ഇതേപോലുള്ള സംഭവങ്ങൾക്ക് റിയാക്ട് ചെയ്യുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നമുക്ക് വിഷയം ഉണ്ടാവില്ലായിരിക്കും, ഇപ്പം ഇവർ കണ്ടവരുടെ ഇതൊക്കെ എടുത്തിടുമ്പോഴത്തേക്കും നമുക്ക് വിഷയം ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ വേറെ ഇപ്പം നമുക്ക് വേണ്ടപ്പെട്ട ആരുടെയെങ്കിലൊക്കെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ സംഭവം, അതായത് ഇതുങ്ങൾ കുറച്ച് ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ നടിമാരെ ഫോക്കസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ സെലിബ്രിറ്റികളെ ഫോക്കസ് ചെയ്ത് ഇൻഫ്ലുവൻസർമാരെ ഫോക്കസ് ചെയ്തൊക്കെയാണ് ഉമ്മാരെ നടക്കുന്നത്. ഈ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് ഉമ്മാരെ എന്ത് ചെയ്യാൻ തുടങ്ങി, റോട്ടിൽ കൂടെ നടക്കുന്ന പെൺപിള്ളേരെയൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ചിലപ്പോൾ ഇടാനൊക്കെ തുടങ്ങും. അപ്പോഴാണ് നമുക്കൊക്കെ കൊള്ളുള്ളൂ, നമ്മുടെ ആരുടെയെങ്കിലൊക്കെ വരുമ്പോഴാണ് നമുക്കൊക്കെ കൊള്ളുള്ളൂ. അപ്പം ആ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് ഇതിനെതിരെ പ്രതികരിക്കുന്നത് ഒരു നല്ലൊരു കാര്യമായിട്ട് പറയുന്നത്. അപ്പോഴാണ് എല്ലാവർക്കും ധൈര്യം വരുള്ളൂ. അതായത് ഇങ്ങനെ ഇതിനെതിരെ പ്രതികരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പുള്ളിക്കാരി പ്രതികരിച്ചപ്പോൾ കോപ്പിറൈറ്റ് കൊടുക്കുക എന്നുള്ള രീതിക്കാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഇതൊരു കേസായിട്ടൊക്കെ ഒരു വാലിഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ഒരു ഇതായിരിക്കും. ഒരു കേസ് വന്നെന്ന് പറയുമ്പോഴത്തേക്കും ഇവനൊക്കെ ഒന്ന് പേടിക്കും. പിന്നെ ഇതേപോലത്തെ സംഭവം ഇടാനായിട്ട് അതായത് ഒരു പേടി ഉണ്ടാവും പിന്നെ ഉള്ളിനകത്ത്. ഇങ്ങനെ ഒരു ഏതെങ്കിലും ഒരു നടിയുടെ ഇങ്ങനെ എന്തെങ്കിലും കാണുമ്പോഴത്തേക്കും അതിങ്ങനെ സൂം ചെയ്ത് അല്ലെങ്കിൽ സ്ലോ മോഷൻ ഇട്ട് ഏതെങ്കിലും വൾഗറായിട്ടുള്ള ഏതെങ്കിലും പാട്ട് വിട്ടിട്ട് ഇടാനായിട്ട് പോകുമ്പോഴത്തേക്കും പോലീസ് കേസ് ആയിക്കഴിഞ്ഞാൽ നാറ്റ കേസാണ്, നാട്ടുകാരൊക്കെ അറിയും എന്നൊക്കെ ഉള്ള ഒരു ചിന്തയൊക്കെ വരുമ്പോഴത്തേക്കും ഇവനൊക്കെ അത് ഇടാനായിട്ടൊന്നും മടിക്കും എന്നുള്ളതും കൂടെ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരി ഇപ്പം എന്തായാലും ഇങ്ങനെയെങ്കിലും റിയാക്ട് ചെയ്ത് അതിനകത്ത് വീഡിയോ ഇട്ടത് വലിയ കാര്യം. അപ്പോൾ പിന്നെ ഞാൻ പറയുന്നില്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നടിമാർക്കും അല്ലെങ്കിൽ എല്ലാ ഇൻഫ്ലുവൻസർമാർക്കും ഇതൊരു പ്രശ്നമാണെന്നൊന്നും ഞാൻ പറയുള്ളൂ കേട്ടോ. മിക്കവരും ഇത് വെച്ചിട്ട് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പല ഇൻഫ്ലുവൻസർമാരെയും നമുക്ക് കാണാൻ പറ്റും. അത് പിന്നെ അവരുടെ സൈഡ്, അവർക്ക് കുഴപ്പമില്ലെങ്കിൽ നമുക്ക് എന്താണ് കുഴപ്പം എന്നുള്ളൊരു ലൈനിനകത്ത് തന്നെ ഞാൻ പോകുന്നത്. അവരുടെ ഇഷ്ടം, അവരെന്തോ കാണിക്കട്ടെ. അപ്പം അങ്ങനെയും കുറേ ടീമുകളുണ്ട്, ഇങ്ങനെയും കുറേ പേരുണ്ട് എന്ന് മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ. അപ്പം എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് ചെയ്യും. ഹലോ ഗൈസ്, ഞാൻ ആക്ച്വലി 1-2 ദിവസങ്ങളായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് ഒരു തേർഡ് റേറ്റ് ഇൻസ്റ്റഗ്രാം പേജിൽ എൻ്റെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ അവർ അപ്ലോഡ് ചെയ്യുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അവരോട് മര്യാദയ്ക്ക് പറഞ്ഞു അത് ഡിലീറ്റ് ചെയ്യാൻ. അപ്പോൾ അവരെനിക്ക് തന്ന റിപ്ലൈ, എനിക്ക് സൗകര്യമില്ല ഡിലീറ്റ് ചെയ്യാൻ. ആൻഡ് ഓൾസോ ദേ ബ്ലോക്ക് മീ. ആക്ച്വലി 2 പേജസ് ഉണ്ട്, രണ്ടും ഒരാളുടെ പേജാണ്, നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്ക് കോപ്പിറൈറ്റ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇൻസ്റ്റഗ്രാം തന്നിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് ഒക്കെ കോപ്പി ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ അത് ഇവിടെ ഇരുന്ന് റിമൂവ് ചെയ്യും. ആൻഡ് ഓൾസോ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു പേജിലാണ് എൻ്റെ പിക്ചേഴ്സൊക്കെ വന്നിട്ടുള്ളത്. ഇതാണ് പരിപാടി, ഞാൻ സൈൻ ചെയ്തു. സോ ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പോവാണ്. സോ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് മെയിൽ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇൻസ്റ്റഗ്രാമിൽ നിന്ന് മെയിൽ വന്നിട്ടുണ്ട്. അവർ ഓൾറെഡി ഞാൻ റിപ്പോർട്ട് ചെയ്ത ലിങ്ക്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ പേജ് കൂടി കാണിച്ചു തരാം. ഈ പേജിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി ഹൈലൈറ്റ്സിൽ ഉണ്ടായിരുന്നു, അതില്ല. ആൻഡ് ഇതിൽ നിന്ന് എൻ്റെ പിക്ചേഴ്സൊക്കെ റിമൂവ് ആയിട്ടുണ്ട്. ദ സെക്കൻഡ് പേജ്, ഇതിൽ നിന്നും എൻ്റെ പിക്ചേഴ്സൊക്കെ ഒഴിവായിട്ടുണ്ട്. സോ യാ, ദാറ്റ്സ് ഇറ്റ്. എനിക്ക് ആക്ച്വലി ഒരു കാര്യം കൂടി പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കുറേ പേര് കമൻറ്റ് ആയിട്ട് വരും, നീ പോസ്റ്റ് ചെയ്തിട്ടല്ലേ അവരെടുത്ത് അത് റീഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നീ അങ്ങനെ